ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോണ ഇന്ത്യന്റെ അടിപൊളി വീഡിയോസ് ആണ്, കിട്ടിയ വീഡിയോസ്. അത് കണ്ടിട്ട് വരാം. രാജസ്ഥാനിലെ ഷോപ്പിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാ. ഫുഡ് കിട്ടി, പക്ഷേ ഫുഡ് കിട്ടി. ഇവര് വെള്ളം എടുക്കേണ്ടത് ഇവിടുന്ന. എവിടെന്ന് കാണിയെന്നാ? എന്തൊരവസ്ഥയാ. അതിരുന്ന് തിന്ന പാവം. ഹായ്, നമ്മള് കുടിക്കണ ചായ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്ന് കുടിക്കണ ചായ. ഇതൊക്കെയാണ് നമ്മൾ പൈസയും കൊടുത്ത് വാങ്ങി കുടിക്കുന്നത്. എവിടെന്ന്? റെയിൽവേ സ്റ്റേഷനിന്റെ നമ്മുടെ ട്രെയിനിന്റെ അകത്തു നിന്നാണ് ഇവർ ഒഴിച്ച് കഴിയുന്നത്. എല്ലാം ഒന്നും പറയില്ല. ഇതാണ് നമ്മൾ വലിയ കാര്യത്തിൽ പൈസയും കൊടുത്ത് വാങ്ങിയിട്ട് കുടിക്കുന്ന ചായ. അടുത്ത് കാണാം. ഇത് എന്താന്ന് വെച്ചാൽ മഹാകുംഭ് പരിപാടിക്ക് പോയിട്ട് അവിടെ പബ്ലിക് ടോയ്ലറ്റ് ഇല്ലല്ലോ. അപ്പൊ ആൾക്കാർക്ക് പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നിരത്തി ഇരിക്കുകയാണ്. നിരത്തിയിരുന്ന് പരിപാടി. നമ്മുടെ ചേച്ചി പറഞ്ഞിട്ടില്ലേ, എടുത്തിട്ട് എറിയുന്നു ആ സാധനം ആണ് സംഭവം. എന്താന്ന് ഞാൻ പറയുന്നില്ല, അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലോ പോപ്പുലേഷൻ അങ്ങോട്ട് കൂടിയിട്ടേ മണ്ണടിച്ചിട്ട് ആൾക്കാരൊക്കെ ഇതാ മൂടിയിട്ട് പോകണ്ട് മൂക്കൊക്കെ. അടുത്ത നമ്മുടെ ചെറിയ ഇന്ത്യന്റെ നമ്മുടെ റെയിൽവേ പരിപാടിയിൽ കുറച്ച് ആൾക്കാരെ ട്രെയിനിൽ പോകുന്നുള്ളൂ. അത് കാണാം, വെറും കുറച്ച്. ഇതൊന്നും പറന്ന് പോണില്ലേ? സിനിമയിലത്തെ പോലെയാണല്ലോ ഇവര് പോണത്. നമ്മക്ക് മാത്രമായിട്ട് അതൊക്കെ അത്ഭുതമായിട്ടുള്ളൂ. പക്ഷെ ഇവർക്ക് ഇതൊക്കെ ഡെയിലി അവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യം. നമുക്കിതൊക്കെ വലിയ അത്ഭുതമായിട്ട് തോന്നും. പക്ഷെ അങ്ങനെയല്ല സംഭവം. അവർക്ക് ഡെയിലി അവര് ജോലിക്ക് പോണതും വരുന്നതും ഒക്കെ ഇങ്ങനെ ട്രെയിനിന്റെ മണ്ടയിലും ഒക്കെ ആയിരിക്കും. അപ്പൊ എനിക്ക് പറയാൻ ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ പോപ്പുലേഷനാണ് ഈ വീഡിയോ മെയിനായി വെച്ചിട്ടുള്ളത്. പോപ്പുലേഷൻ കൂടിയിട്ടുള്ള പ്രശ്നം. പണ്ടൊക്കെ പോപ്പുലേഷൻ കുറവാകുമ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നു. ഇപ്പൊ കൂടി നമ്മൾ വെട്ടിച്ച് വലിയ ടീംസായി. അപ്പൊ പോപ്പുലേഷൻ കൂടുന്നത് അത്ര വലിയ നല്ല കാര്യമല്ല. അത് നമ്മുടെ ഡെവലപ്മെന്റിനെ എല്ലാത്തിനും ബാധിക്കും. അപ്പം ബാധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പരിപാടിയായിരിക്കും. നമ്മുടെ കേരളം നമ്മൾ ലക്കിയാണ് ആ കാര്യത്തിൽ. നമ്മുടെ ഡിസിപ്ലിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ഗവൺമെന്റിന്റെ എല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ സേഫാണ്. പക്ഷെ നോർത്ത് സൈഡിൽ പോയി കഴിഞ്ഞാൽ മോനെ പണി തീർന്നു. അടുത്ത സംഭവം കാണും. ഇത് നോർത്തിൽ തന്നെയാണ്. ഇവിടെ നടക്കില്ല. ഇവിടെ നടന്നു കഴിഞ്ഞാൽ അടിച്ച് പൊളിക്കും. എൻ്റെ ചന്തി അടിച്ച് ഓട്ടയായിരിക്കും പോലീസായി. സോ ലെറ്റ്സ് വാച്ച് ഇറ്റ്. ആ ചേട്ടന്റെ ഒരു സഹായം സമ്മതിക്കണം ചേട്ടൻ. ബാഗൊക്കെ വെച്ച് കൊടുക്കണ്ടേ? അമ്പോ ദേവാ ചേച്ചിയൊക്കെ സിമ്പിള് അടുത്ത് വെച്ചാൽ ഡിവോട്ടീസ് ഡ്രാങ്ക് AC വാട്ടർ. തീർത്താന്ന് വെച്ചിട്ട് AC-ന്ന് വരുന്ന വെള്ളം അങ്ങോട്ട് എടുത്ത് കുടിക്കുകയാണ് ഇങ്ങനെ വന്നിട്ട്. AC വെള്ളം എന്ന് പറഞ്ഞിട്ട് മനസ്സിലാവണില്ല. നമ്മള് ഭക്തരായി പോയില്ലേ. ഭക്തിക്കൊന്നും കുഴപ്പമില്ല. പക്ഷെ അത് ഓവറായി കഴിഞ്ഞാൽ ഭ്രാന്തായിട്ടുള്ള ഭക്തി അത് വന്നു കഴിഞ്ഞാൽ അപകടം. അപ്പൊ അതാണ് ഇതിൽ കാണിക്കുന്നത്. അങ്ങോട്ട് കുടിക്കുകയാണ്. കപ്പിലൊക്കെ കുടിക്കുന്നത്. അതിനിപ്പോ എന്താ AC-ന്റെ പാനി ആയി കഴിഞ്ഞാൽ ദൈവത്തിന് അമ്പലത്തിൽ നല്ല വരുന്നത് ഞാൻ കുടിക്കും. जबकि यहाँ के मंदिर के पुजारियों के द्वारा इस चीज़ का खंडन किया गया था कि ये जो जल है वो AC का आ रहा है, ना कि ये जो है हमारे ठाकुर जी के चरणों से आ रहा है। तो बहुत सारे लोग इसको जो है चरणामृत समझ के पीते हैं, जबकि ये AC का जल है। तो कृपया इसे ना पिए, क्योंकि हो सकता है कि आपकी तबीयत खराब हो जाए या इन्फेक्शन हो जाए बॉडी में। राधे राधे। അടുത്ത ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനിൽ ഉണ്ടാക്കുന്ന സമോസേന്റെ രംഗമാണ്. അയാള് നല്ല വൃത്തിയായിട്ട് നോക്കുള്ള കാലിൽ നോക്കൂ. അയാള് ചെരുപ്പൊന്നും ഇട്ടിട്ടില്ല. അങ്ങോട്ട് നല്ല വൃത്തിയിലാണ് ചവിട്ടി കൂട്ടി നമ്മൾക്ക് സമോസ. നമുക്കല്ല, നമ്മളിപ്പോൾ ഇതിലില്ല. നമ്മളിത് കണ്ടാൽ മതി, നമുക്കുള്ളതല്ല അത്. ഓക്കെ, അപ്പം കാണാം. അത്ര തന്നെ ഉള്ളൂ. നല്ല വൃത്തിന്റെയും കാര്യമാണ്. കുംഭമേള അടുത്തത്. इधर पॉटी का अच्छी कैसे बाबा गुटके के पैकेट बॉटल सब ठीक था पॉटी करी हुई है എല്ലാം ഉണ്ട്. മെഴുകി दुख हो रहा है मेरे को रोना आ रहा है
टट्टी करते थे यार, वो कैसे बोलते हैं। ഓ, പാവം ചേച്ചിക്ക് നടക്കാൻ പോലും പറ്റണില്ല. കൂറി पॉटी മെഴുകിട്ട്. का भी वीडियो ले लूं, नहीं तो लोग मुझे बोलेंगे कि मैंने झूठ बोला है। നിങ്ങൾ കണ്ടോ, ജൂട്ടല്ല ഉള്ള കാര്യം. വീഡിയോയില് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇങ്ങനെയാണ് കുംഭമേള പരിപാടിക്ക് പോയി കഴിഞ്ഞിട്ട് അവിടെ പബ്ലിക് ടോയ്ലറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. ചിലപ്പോൾ ഉണ്ടാവായിരിക്കും, കുറവായിരിക്കും. ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാർ കൊണ്ട് ഇവരെ എവിടെ പോയിട്ട് കക്കൂസി പോകാനാണ് പോകേണ്ടവർക്ക്. അപ്പൊ ഒന്നുമില്ല, നേരെ അങ്ങോട്ട് ഇരുന്നു വെള്ളത്തിന്റെ സൈഡിലും അപ്പുറത്തൊക്കെ നേരെ നിരയായിട്ട്. വേറെ വീഡിയോസ് ഉണ്ട്, പക്ഷെ ഇതിൽ ഇട്ടിട്ടില്ല. അതെങ്ങനെയാ വെച്ചാൽ ഒരാൾ വീഡിയോ എടുക്കുന്നതാണ് കക്കൂസി പോണ രംഗം. കക്കൂസിലല്ല, ഒരു ഓപ്പൺ എയറിലാണ് പരിപാടി ഒപ്പിക്കുന്നത്. അപ്പൊ ആ വീഡിയോ ഞാൻ ഇതിൽ ഇടുന്നില്ല, ഇത്തിരി സീനാവും. ഇനി അടുത്ത കുറച്ച് ആൾക്കാരുണ്ട്. യമുന നദിയിൽ നമ്മുടെ കെമിക്കൽസ് ഒക്കെ ഇതായിട്ടാണ് ഷാമ്പു പോലെ വരുന്നത്. നിങ്ങൾ ശരിക്കുള്ള ഷാമ്പു ആന്ന് വെച്ചിട്ടാണ് ഇരുന്ന് കുളിക്കുന്നത്. ആരെങ്കിലും പൈസ ചെലവില്ലാണ്ട് ആരെങ്കിലും ഇതില് ഷാമ്പു ഉണ്ടാക്കി കൊടുക്കും. ബോധമില്ല വീട്ടിങ്ങൾക്ക്, അങ്ങോട്ട് കുളിക്കുകയാണ്. കുളിക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി സംഭവമാണ്. നിങ്ങൾ കുളിക്കുക. കപ്പും ബക്കറ്റും എല്ലാം എടുക്കൂ, കുളിക്കൂ. എന്റെ ഭഗവാനെ, ഇത് വേറെ ഇവന്മാർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ട്രെയിനിൽ കയറണം, ടിക്കറ്റും ഇല്ല. എന്നാ പിന്നെ സ്ലീപ്പറിൽ കയറിയ പോരെ. പാവം AC-യിൽ വന്നിട്ടുള്ള ആൾക്കാരെ വിൻഡോ അടിച്ചു പൊളിച്ച് അതിൻ്റെ അകത്ത് കയറുന്ന ടീംസുകളാണ് അവര്. ഇവരൊക്കെ കേരളത്തിൽ വന്ന് ഇത് കാട്ടിയിട്ടുണ്ടെങ്കിൽ അടിച്ച് ചന്തി അടിച്ച് ഓട്ടേക്കും പോലീസുകാർ. വേറെ ഒന്നും പറയാനില്ല. അപ്പോ ഇത് കാണാം, വീട് കാണാം. ഓ, ചിരി നോക്കാം അവന്റെ അടിച്ചവന്റെ. ചവിട്ട് പൊട്ടിക്കങ്ങടെ, എന്തിനാ കാലങ്ങടെ മുറിഞ്ഞു പോട്ടെ, രണ്ട് കഷ്ണാവട്ടാണ്. അവനെന്താ ഭ്രാന്താണോ അവന്? ആ, കേറി സീറ്റ് പിടിച്ചു സീറ്റ് പിടിച്ചു. ഇഷ്ടായ അവരിങ്ങനെ എന്തപ്പോ ഉണ്ടായേ? എനിക്ക് ഭ്രാന്തായത് നാട്ടുകാർക്ക് ഭ്രാന്തായോ എന്നൊക്കെ അവന്റെ അകത്തുള്ള ആൾക്കാർ നോക്കണം. അപ്പൊ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോസ്. അപ്പം പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ പോപ്പുലേഷൻ കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ്, ബോധമില്ലാത്ത ആൾക്കാരും കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പൊ ഈ പോപ്പുലേഷൻ കൂടിയിട്ട് അതിൽ തന്നെ ബോധമില്ലാത്ത ആൾക്കാരും കൂടുതലാണെങ്കിൽ ഇങ്ങനത്തെ അവസ്ഥ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ഇന്ത്യയിലത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോപ്പുലേഷൻ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് പ്രിക്കോഷനും കാര്യങ്ങളുണ്ട്, പക്ഷെ അവരൊന്നും എടുക്കില്ല. നമുക്ക് ഫസ്റ്റ് അടിക്കണം. ചൈന എന്താ, ചൈന എത്ര ഉണ്ട്, ഇന്ത്യ എത്ര ഉള്ളൂ, പക്ഷെ നമുക്ക് അവരെ അലക്കണം. വിറ്റിങ്ങൾക്കൊക്കെ വേറെ വല്ല രാജ്യത്ത് പോയി കഴിഞ്ഞാൽ കുറേ സമാധാനം, അല്ലെങ്കിൽ ഇല്ലാണ്ടാവണം. പിന്നെ നമ്മൾ പറയാൻ പാടില്ല, നമ്മള് മനുഷ്യന്മാരാണല്ലോ, നമ്മൾ പറയാൻ പാടില്ല. പക്ഷെ പൊക്കോട്ടെ, ഇങ്ങനെ നശിപ്പിക്കരുത് ഇന്ത്യയിൽ. നമ്മൾ എന്ത് പറഞ്ഞാലും ഭയങ്കര ലക്കിയാണ്. നമ്മൾ കേരളത്തില് നമ്മൾ ജനിച്ച് ജീവിക്കുന്നതുകൊണ്ട് ഭയങ്കര ലക്കിയാണ് എന്ത് കാര്യത്തിൽ. അപ്പോൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ തീർന്നു. അപ്പോൾ സി യു ഗായ്, ടേക്ക് കെയർ. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു, പുതിയ ഗെറ്റപ്പൊക്കെ വന്നിട്ടുണ്ട് സെറ്റപ്പിൽ. അപ്പോൾ ഇതാണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന സംഭവം. സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ദെൻ സി യു, ടേക്ക് കെയർ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.